നമസ്കാരം, മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 2.21% ഗെയിനാണ് ഉണ്ടാക്കിയത്. മെയ് മാസത്തിന് ശേഷം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഡെയിലി ഗെയിനാണിത്. S&P ക്ലോസ് ചെയ്തിരിക്കുന്നതും 1.6% അപ്പായിട്ടാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡൗ ഫ്യൂച്ചേഴ്സും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ചൈനയുമായിട്ടുള്ള ട്രേഡ് വാറുകൾ ഉടൻ തന്നെ അവസാനിക്കും. ട്രംപ് ഉടനെ തന്നെ ഈ മാസം തന്നെ ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് മീറ്റ് ചെയ്യും എന്നുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അത് മാർക്കറ്റിനൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ടെക്നോളജിക്കൽ സ്റ്റോക്സ് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റിലും സമാന രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടായി. പക്ഷേ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ സ്ഥിതിഗതികൾ അത്ര ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നില്ല. ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സസുകളെല്ലാം തന്നെ ഒരു മൈനസ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ചൈനീസ് മാർക്കറ്റും ഡൗൺ ആണ്, നിക്കും ഡൗൺ ആണ്. കോസ്പി മാത്രമാണ് ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. നിഫ്റ്റി 10 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിനോടുകൂടി ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സമാന രീതിയിലുള്ളൊരു ഓപ്പണിംഗ് തന്നെയായിരിക്കും നമുക്കും ഈ നിഫ്റ്റിയിൽ ഉണ്ടാവുക. മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് സർവ്വകാല റെക്കോർഡിലേക്ക് $4,150 പെർ ഔൺസ് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. സിൽവർ $53 പെർ ഔൺസ് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റിയുടെ ഒരു സൂചനയാണ് നൽകുന്നത്. എല്ലാവരും ഒരു സേഫ് ഹവൻ അസറ്റ് എന്നുള്ള രീതിയിൽ ബുള്ളിയൻ മെറ്റൽസിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നു എന്നുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. CPI ഇൻഫ്ലേഷൻ RBIയുടെ കംഫർട്ട് സോണിലേക്കാൾ താഴെ ക്ലോസ് ചെയ്ത് 8 വർഷത്തെ കുറഞ്ഞ നിലവാരത്തിലേക്ക് വന്നിരിക്കുന്നു എന്നത് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ്. ഇന്ത്യ US ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള കൺഫർമേഷനൊന്നും ഇതുവരെ ആയിട്ടില്ല. അതൊരു കൺസേൺ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. നിഫ്റ്റിക്ക് ഇനിയുള്ള ടെക്നിക്കൽ ലെവൽസുകൾ ബ്രേക്ക് ചെയ്ത് മുന്നേറാനുള്ള സാധ്യതകൾ 25,360 എന്ന റേഞ്ചിലാണ് റെസിസ്റ്റൻസ് നിൽക്കുന്നത്. നമ്മൾ 25,220 ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ടിന് മുകളിൽ 25,500 വരെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടാർഗറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡിംഗ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഒപ്പം സപ്പോർട്ടുകൾ നോക്കുക, 25,160 120 എന്ന റേഞ്ചിലാണ് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ ലെവൽസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം അടുത്ത ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുന്നത്. ഏണിംഗ് സീസൺ ആണ്, അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് സ്പെസിഫിക് വോളാറ്റിലിറ്റിയും മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.